മറ്റൊരു വാർത്തയിലേക്ക്. കോട്ടയത്ത് കടം വീട്ടാൻ അമ്മയുടെ സ്വർണ്ണ താലിമാല പൊട്ടിച്ച മകനും കൂട്ടാളിയും അറസ്റ്റിൽ. തീക്കോയ് സ്വദേശി ടോജൻ കുര്യൻ, മീനച്ചിൽ സ്വദേശി മുഹമ്മദ് ഷംഷാദ് അൽത്താഫ് എന്നിവരാണ് അറസ്റ്റിലായത്. വീട്ടിനുള്ളിൽ വെച്ച് അമ്മയുടെ കഴുത്തിൽ കിടന്നിരുന്ന സ്വർണ്ണമാല പൊട്ടിച്ചെടുത്ത് ഓടുകയായിരുന്നു. അജിത് ബാബുവാണ് വിവരങ്ങളുമായി ചേരുന്നത്. അജിത്ത്, ഞാൻ മനസ്സിലാക്കുന്നത് ഒന്ന് അമ്മ മകൻ ബന്ധം അത്ര നല്ല രീതിയിലല്ല മുന്നോട്ട് പോകുന്നത്, അല്ലെങ്കിൽ മകനൊരു ക്രിമിനൽ പശ്ചാത്തലമുണ്ട്. അല്ലാത്ത പക്ഷം സ്വന്തം അമ്മയുടെ മാല കവരേണ്ട കാര്യമില്ലല്ലോ. അമ്മയോട് സംസാരിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ അമ്മ തന്നെ അത് നൽകിയേക്കാവുന്ന ഒരു സോഷ്യൽ സാഹചര്യവും പശ്ചാത്തലവും ഒക്കെ ആണല്ലോ നമുക്ക് ചുറ്റുമുള്ളത്, നമ്മൾ പരിചയിച്ചിരിക്കുന്നതും. ഇവിടെ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? അമ്മ ഇപ്പോൾ പരാതിപ്പെട്ടിട്ടുണ്ടോ? എന്താണ് വിവരങ്ങൾ? ശ്യാമലി ശശിധരൻ മുമ്പും ഇങ്ങനെ വീട്ടിൽ നിന്ന് ഇയാൾ മാല എടുത്തുകൊണ്ട് അല്ലെങ്കിൽ സ്വർണ്ണാഭരണങ്ങൾ എടുത്തുകൊണ്ട് പോയി പണയം വെച്ച് കാശ് തട്ടുന്ന രീതി ഉണ്ടായിട്ടുണ്ട്. അമ്മ അതിൽ വലിയ മാനസിക ബുദ്ധിമുട്ടിലായിരുന്നു. അമ്മയോട് ഈ മാല ചോദിച്ചിരുന്നു, അമ്മ നൽകിയില്ല. ഇതോടുകൂടിയാണ് വീട്ടിൽ വെച്ച് മാല പൊട്ടിച്ചുകൊണ്ട് പുറത്തേക്ക് ഈ മകൻ ഓടുന്ന സ്ഥിതി ഉണ്ടായത്. ടോജൻ അങ്ങനെ ഓടിപ്പോവുകയായിരുന്നു. അമ്മ പിന്നീട് ഈ സുഹൃത്തിനൊപ്പം ചെന്ന് ഇത് പണയം വെച്ച് പണം കൈപ്പറ്റി. ഈ പണം 3 രീതിയിലാണ് ചെലവഴിച്ചത്. അതൊന്നാമത് ഒരു പുതിയ മൊബൈൽ ഫോൺ വാങ്ങിച്ചു. അതിനുശേഷം ബാക്കി പണം കടം വീട്ടാനായി ഉപയോഗിച്ചു. പിന്നെ ഈ മാലയൊക്കെ പണയം വെച്ചതല്ലേ, കൂട്ടുകാരോടൊപ്പം കൂടി മദ്യപിച്ചത് ആഘോഷിക്കുകയും ചെയ്തു. അങ്ങനെ 3 രീതിയിൽ പണം ചിലവാക്കി പണം തീർന്നു. പക്ഷേ അമ്മ ഇക്കാര്യത്തിൽ പരാതിപ്പെട്ടു. ഇതോടുകൂടി പോലീസ് അന്വേഷണം നടത്തി. ഇതിൽ സഹായിയായ കൂട്ടുകാരൻ കോട്ടയം, പത്തനംതിട്ട, എറണാകുളം ജില്ലകളിൽ നിരവധി മോഷണ കേസുകളിൽ പ്രതിയാണ്. മാത്രമല്ല ജയിൽ ശിക്ഷ ഉൾപ്പെടെ അനുഭവിച്ചിട്ടുണ്ട്. പോലീസ് ഈ കേസുമായി ബന്ധപ്പെട്ട് നടത്തിയ പരിശോധനയിൽ ഈ കൂട്ടുകാരൻ്റെ പ്രചോദനം കൂടി ഈ മാല പൊട്ടിക്കാൻ കാരണമായിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ഏതാണെങ്കിലും ആ അമ്മയുടെ അവസ്ഥ, സ്വന്തം മകൻ വീട്ടിൽ വന്ന് മാല പൊട്ടിച്ചുകൊണ്ട് പോകേണ്ടി വരുന്ന ആ നിസ്സഹായ അവസ്ഥ, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ചിലപ്പോഴൊക്കെ നമ്മൾ പറയില്ലേ, അമ്മമാർ അവസാനമായി ചിലപ്പോൾ ഈ നമ്മുടെ നാട്ടിലെ അമ്മമാരൊക്കെ എത്ര പട്ടിണി കിടന്നാലും തങ്ങളുടെ മക്കൾ ഒരു കാരണവശാലും വിശന്നിരിക്കരുതെന്നൊക്കെ ആഗ്രഹിക്കുന്ന അമ്മമാരുള്ള നാടാണ്. അവിടെയാണ് ഇത്തരത്തിൽ സ്വന്തം മകൻ അമ്മയുടെ സ്വർണ്ണ താലിമാല പൊട്ടിച്ചുകൊണ്ട് വീട്ടിൽ നോടി പണയം വെച്ച് കൂട്ടുകാർക്ക് മദ്യം വാങ്ങിച്ചു കൊടുക്കുന്നത്. അതും ഒരടയാളമാണ്. ഏതാണെങ്കിലും ശ്യാമലി ചോദിച്ചത് ഈ കുടുംബത്തിന്റെ സാഹചര്യം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അത് ഈ മകന്റെ സ്വഭാവം പോലെയാണ്. തീർച്ചയായും അജിത്ത് ഏറ്റവും ഒടുവിൽ പറഞ്ഞു തന്നെയാണ് അതിൻ്റെ ഉത്തരമെന്ന് തോന്നുന്നു.